ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തിനാണ് എന്നറിയാന് കുറേ മതം തലക്ക് പിടിച്ച കുറച്ചാൾക്കാർക്ക് അറിയണം പോലും. ഞാൻ എന്തിനാണ് തട്ടം ഉപേക്ഷിച്ചത്? എന്തിനാണ് ഈ ഉടായ്പകളെല്ലാം കാട്ടിക്കൂട്ടുന്നത്? ജസ്ന സലീം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓരോ ആൾക്കാരുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമാണ്. ചിലപ്പോൾ നമുക്ക് ഒരാളുടെ സിറ്റുവേഷൻ കണ്ട് സഹതാപം തോന്നി അയാളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഒരാള് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കണ്ടിട്ട് കൊള്ളാം അല്ലേ എന്നുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് അവരോട് ഒരു സ്നേഹം തോന്നാറുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ ജസ്ന സലീമിന്റെ കേസിലോട്ട് വരാം. ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ ലേഡി ഒരു സമയത്ത് കണ്ണന്റെ ഫോട്ടോ വരച്ചാണ് വൈറലാവുന്നത്. ഇവിടെ കണ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരാരും വൈറലാവുന്നില്ല. എന്തുകൊണ്ടാ? അല്ലെങ്കിൽ അവർക്ക് ആർക്കും ഇത്രയും ഒരു ഫെയിം കിട്ടുന്നില്ല. ഇവിടെ ജസ്നയ്ക്ക് മാത്രം കിട്ടി. എന്തുകൊണ്ടാ? മുസ്ലിമായ ജസ്ന സലീം കണ്ണന്റെ ഫോട്ടോ വരച്ചപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു. അവരത്രയും ഒരു അവർ കണ്ണനെ സ്നേഹിക്കുന്നു, ജാതിയില്ല, മതമില്ല, ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവരുടെ ജീവിതം എന്ന് നമ്മളെ വിശ്വസിപ്പിച്ചു. ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് അതിന്റെ അടിയിൽ കൂടി അവർ നടത്തിയ ഒന്നാം തരം ഫ്രോഡ് പരിപാടി. അങ്ങനെയാണ് ഇവർ അവസാനം ഏറി പോകുന്നതും നാട്ടുകാർ ഇവരുടെ തനിക്കുണം മനസ്സിലാക്കുന്നത്. പക്ഷെ അന്ന് ഇവരെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് ഇവർ കണ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്ന മുസ്ലിം ലേഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഈ മതമൊന്നും ഇവരെ മൈൻഡിൽ ഇല്ലാതെ ഇവർ കണ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നു എന്നായിരുന്നു നമ്മൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ചത്. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ മുതലാക്കുന്ന ഒരു അവസരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഇവർ ഏറി കയറുകയായിരുന്നു ഉണ്ടായത്. എന്തായാലും കൊള്ളാം ജസ്ന സലീം. ഇപ്പൊ വന്നിട്ട് ഞാൻ മുസ്ലിം ഉപേക്ഷിക്കുകയാണ് ഗായ്സ്, ഇനി മുസ്ലിമിനെ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വിട്ടിത്തരങ്ങൾ വന്നിരുന്ന് പറയാണ്. ഇവിടെ ജാതിയോ മതമോ ഒന്നും അല്ല നമ്മളെ പറയുന്നത്. പക്ഷെ നിങ്ങൾ കാണിച്ച കള്ളപ്പരിപാടിയാണ്. ഈ ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് ഒരുപാട് പേര് കണ്ണനോടൊപ്പം പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പലതും ചെയ്യുന്നു. പക്ഷെ നിങ്ങളെ പോലെ അവിടെ പോയി പ്രഹസനം കാണിക്കുന്ന ആരും അവിടെ കാണാറില്ല. എല്ലാവരും അവിടെ പോയി ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, പലതും എടുക്കുന്നു. എന്നാൽ നിങ്ങൾ അവിടെ പോയി കാണിച്ചിട്ടുള്ള പ്രഹസനങ്ങൾ വലുതാണ്. വലുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശുദ്ധമായ സ്ഥലത്ത് പോയിട്ട് അടിയും വഴക്കം ഉണ്ടാക്കുന്നു, മുട്ട മിക്സ് ചെയ്ത കേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ ഒരു അമ്പലത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടുകയും അതിനെ തുടർന്ന് ഏറിപ്പോവുകയും പിന്നെ ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഇതെല്ലാം മുതലാക്കുകയാണ്, നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളെ തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് കുറച്ച് റീച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു തേങ്ങയില്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കാണിക്കുന്നത് ഉടായ്പാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പുറം തള്ളിയിട്ടുള്ളത്. ഇപ്പൊ മറ്റൊരു ഉടായ്പുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. എന്നാൽ ഒന്നാം തരം ഉടായ്പ്. ഇനി ഞാൻ മുസ്ലിം അല്ല, തട്ടമൂരിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് ദിവസമായി നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. എന്നാൽ അതിന്റെ അപ്പുറം മറ്റൊരു ഉടായ്പുമായിട്ട് വീണ്ടും ഒരു പടിയും കൂടി ചവിട്ടിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തിനാണ് എന്നറിയാന് കുറേ മതം തലക്ക് പിടിച്ച തീവ്ര ചിന്താഗതിയുള്ള കുറച്ചാൾക്കാർക്ക് അറിയണം പോലും. ഞാൻ എന്തിനാണ് തട്ടം ഉപേക്ഷിച്ചത്, എന്താണ് അതിന് കാരണം എന്ന്. ആർക്കറിയണം? ഇവിടെ ആർക്കും അറിയണ്ട നീ എന്തിനാണ് തട്ടം ഉപേക്ഷിച്ചതെന്ന്. നിന്റെ ഫ്രോഡ് പരിപാടികളെല്ലാം നാട്ടുകാർ അറിഞ്ഞു. ഇനി നീ എന്ത് തേങ്ങ ചെയ്താലും എന്ത് കീരവത്ത് പരിപാടി ചെയ്താലും ഇവിടെ ആർക്കും ഒന്നും അറിയേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഉടായ്പകൾ കാണിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് വരാൻ വേണ്ടി കാണിക്കുന്ന കുറെ കോപ്രായങ്ങൾ പ്രഹസനമായിട്ട് മാത്രം തന്നെയാണ് ഇനി നിന്നെ കടക്കിലെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീ ഇനി എന്ത് ചെയ്താലും ഇവിടെ ആർക്കും ഒന്നുമില്ല. തട്ട ഇടാതിരിക്കുക. പിന്നെ ആരൊക്കെയോ വന്ന് നിന്റെ അടുത്ത് അങ്ങ് ചോദിച്ചെന്ന് പറയുന്നുണ്ട്. നിന്റെ ചാനലിൽ കയറി നോക്കിയാൽ തന്നെ അത്യാവശ്യം റീച്ച് കുറവാണ്. ആ സ്ഥിതിക്ക് നിന്റെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റിന്റെ എണ്ണവും വളരെ കുറവാണ്. അങ്ങനെ നോക്കിയപ്പോ എനിക്ക് തന്നെ തോന്നി നീ തന്നെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കമന്റ് ഇടുന്നതാണോ എന്നുള്ള ഡൗട്ട് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉറപ്പില്ല, എന്നാലും പറയുകയാണ്. ഇതും കാണിക്കുന്നതിന്റെ അപ്പുറവും കാണിക്കും. അതുകൊണ്ട് തട്ടം നീ എന്തിനാണ് ഉപേക്ഷിച്ചത് ഇവിടെ ആർക്കും അറിയണ്ട. ഇതിനിട്ടും വന്ന് വിളമ്പേ വേണ്ട. ജാതിയും മതവും പറഞ്ഞ് നീ ഇങ്ങനെ തമ്മിലടിപ്പിക്കാൻ നോക്കുകയും വേണ്ട. നീ ഒരു വിട്ടിത്തരം കാണിച്ചെന്ന് വെച്ചിട്ട് ജനങ്ങൾ മണ്ടന്മാരല്ല, അതാദ്യം മനസ്സിലാക്കുക. ആ കാരണം നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ട്, അത് പറയാ എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തല്ലേ? നീ പറയുമ്പോ ഒറ്റയ്ക്ക് മാറിയിരുന്നങ്ങ് പറഞ്ഞാൽ നമുക്ക് ആർക്കും കേൾക്കണ്ട. നീ എന്ത് കീരവത്ത് പരിപാടി ചെയ്യും. എന്തായാലും കുറെ ആൾക്കാരെ പറ്റിച്ച് മണ്ടന്മാരാക്കാൻ നീ ശ്രമിച്ചു. എന്തിന്? ഞാൻ അടക്കം നിന്നെ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിനക്ക് ഒരുപാട് വിമർശനങ്ങൾ വന്ന സമയത്ത് നീ ചെയ്യുന്ന ഒരു നല്ല കാര്യമായിട്ട് അന്ന് തോന്നി. എന്നാൽ നീ അതിന്റെ മറവിൽ പ്രഹസനങ്ങൾ മാത്രമാണ് കാഴ്ചവെക്കുന്നതെന്ന് തിരിച്ചറിയാൻ കുറച്ച് താമസിച്ചു പോയി. അന്ന് മുതൽ നിനക്കെതിരെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഇനി എന്തൊക്കെ വന്ന് കിടന്ന് മെഴുകിയാലും നീ ജാതിയും മതവും പറഞ്ഞ് കിടന്ന് ഇവിടെ തമ്മിലടിപ്പിക്കാൻ നോക്കിയാൽ ഒരു തേങ്ങയും നടക്കത്തില്ല. മലയാളികൾ ഇന്ന് ജീവിക്കുന്ന 2025-ലാണ്, അല്ലാതെ 1980-ലല്ല. അതുകൊണ്ട് നീ ഇങ്ങനെ വിട്ടുത്തനം വിളമ്പാതിരിക്കുക കേട്ടാ ജസ്ന സലീം. എന്തുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ
മുസ്ലിം മതസ്ഥരുടെ ദ്രോഹം സഹിക്കാനാവാത്തതുകൊണ്ട്. പിന്നെ മുസ്ലിം മതത്തിലുള്ളവർക്ക് നിന്നെ ദ്രോഹിക്കുക അല്ലേ പരിപാടി? ഒന്ന് പോ ജസ്ന സലീമ, ചുമ്മാ വന്നിരും തള്ളാതെ. അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നിന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക അല്ലേ ഇപ്പോഴത്തെ പണി? എന്ത് വെളിവില്ലാത്ത വർത്തമാനം എന്താ വിളിച്ചു പറയുന്നത്? ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ പല തവണ പല സ്ഥലങ്ങളിൽ എനിക്കും എൻ്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ഈ തട്ടത്തിന്റെ പേരിലായിരുന്നു. നീ കാരണം പുതിയ നിയമം വരെ കോടതി ഇറക്കി. അത്രയും രീതിയിൽ ഒരുപാട് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ അടക്കം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. നീ ഒറ്റ ഒരുത്തി കാരണം ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ള നിയമം വരെ വന്നിട്ടുണ്ട്. അതിന്റെ കാരണക്കാരാരാ? നീ തന്നെയാണ്. നീ അവിടെ പോയി കാണിച്ചിട്ടുള്ള പ്രഹസനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ വിളമ്പാൻ നിൽക്കല്ലേ ജസ്ന. നീ നിന്റെ മക്കൾ ദ്രോഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കുറെ സഹതാപം കയറി വരുമെന്ന് നിനക്ക് തോന്നിക്കാണും. മക്കളെയും കൂടി ഇതിൽ പിടിച്ചിടുമ്പോ ഒരു സഹതാപം തോന്നുന്നില്ല. നീ കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളെല്ലാം ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനി കൂടുതൽ കിടന്ന് വിളമ്പാൻ നിൽക്കല്ലേ. കണ്ണന്റെ പേരും പറഞ്ഞ് നടത്തിയിട്ടുള്ള തട്ടിപ്പ് എല്ലാം നമ്മൾ അറിഞ്ഞത് തന്നെയാണ്. ഇനി കൂടുതൽ അതിന്റെ പേരിൽ അടുത്ത് വന്ന് ഗുണമതികാരടിക്കാൻ നിൽക്കേണ്ട. ഒരുത്തി കാരണമാണ് ഗുരുവായൂർ അമ്പലങ്ങളിൽ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഉണ്ടായത്. അതുകൊണ്ട് കൂടുതൽ വിളമ്പാൻ നിൽക്കല്ലേ. നാറും, ചീഞ്ഞ് നാറും. എന്തൊരു കാര്യത്തിനെയും തട്ടമിട്ട മുസ്ലിം കുട്ടി എന്ന് കൊടുക്കുന്ന ലേബൽ എനിക്ക് അങ്ങ് താല്പര്യമില്ലാതായി തുടങ്ങി. താല്പര്യമില്ല, അങ്ങോട്ട് മാറിയില്ലേ. ഈ ലേബലും വെച്ചും കൊണ്ട് തന്നെയാണ് നീ റീച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. തട്ടമിട്ടും കൊണ്ട് കണ്ണനെ വരയ്ക്കുന്ന മുസ്ലിം കുട്ടി എന്നുള്ള ഒറ്റ ലേബൽ വെച്ച് തന്നെയാണ് നീ റീച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിന്നെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കി. വന്നിരുന്നു ഇപ്പൊ അങ്ങ് വലിയ ഗുണാധികാരടിക്കുന്നുണ്ട്. ഇതൊന്നും ഒട്ടും ഫെയർ ആയിട്ടുള്ള കാര്യമില്ല. ജസ്റ്റ് അങ്ങോട്ട് മാറിയിരുന്ന് കര, അതാണ് നല്ലത്. പലരുടെയും വിചാരം ഈ തട്ടമാണ് എന്നെ പ്രശസ്തിയിൽ എത്തിച്ചത് എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ തന്നെയാണ്. തട്ടമല്ല നിന്നെ പ്രശസ്തിയിൽ കൊണ്ടുവന്നിട്ടുള്ള. തട്ടം ഇട്ടുകൊണ്ട് നീ കണ്ണന്റെ പടം വരച്ചപ്പോഴാണ് നിന്നെ ജനങ്ങൾ ഏറ്റെടുത്തത്. അല്ല, അത് നീ യൂസ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് താമസിച്ചു ജനങ്ങൾക്ക്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കണ്ണന്റെ പടം വരച്ചത് കൊണ്ടും തട്ടം ഇട്ടത് കൊണ്ടും തന്നെയാണ് നീ റീച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒരു മാറ്റമില്ല. ജസ്റ്റ് ഞാൻ വന്നിരുന്ന് ഞാനൊന്നും പറയുന്നില്ല. അവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പ്രശസ്തിയിൽ എത്തിയിട്ടുണ്ട്, അത് ദൈവ സാന്നിധ്യം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങി പൊട്ടിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് തട്ടമിട്ടും ഇടാത്തവരും ഉണ്ട്. മതത്തിൽ നിന്ന് പോയോലും അന്യമതസ്ഥരെ വിവാഹം കഴിച്ചവരും ഉണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ലക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് പോണം തട്ടമിട്ടത് കൊണ്ട് മാത്രമല്ല. ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയിൽ ഒരു സത്യമുള്ളത് കൊണ്ട്. നീ വരയ്ക്കുന്ന ഫോട്ടോയിൽ ഭയങ്കര സത്യം തന്നെയാണ്. പടമൊക്കെ കൊള്ളാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിന്റെ മറവിൽ നീ നടത്തിയിട്ടുള്ള ഒന്നാം തരം തേപ്പ് എന്ന് തന്നെ ഞാൻ പറയും. നീ പറഞ്ഞല്ലോ നിനക്ക് ദൈവ സാന്നിധ്യമാണുള്ളതെന്ന്. ദൈവ സാന്നിധ്യമുള്ള ഒരു വ്യക്തി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വലിയ ആപത്തുകളൊന്നും വരാതെ, അല്ലെങ്കിൽ അയാൾ ആ ഒരു ലെവലിൽ തന്നെ ജീവിതകാലം മുന്നോട്ട് പോകും. ദൈവ സാന്നിധ്യത്തോടു കൂടിയാണ് ഒരാൾ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ 10 ആൾ അറിഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്നതെങ്കിൽ. ഇനി മറിച്ച് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, അറിയാവോ? അതായത് പല നാൾ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു നാൾ പിടിക്കപ്പെടും, അന്ന് അടപടലം തേഞ്ഞൊട്ടും എന്നുള്ള മറ്റൊരു ചൊല്ലുണ്ട്. അതും കൂടി ഒന്ന് ജസ്ന സലീം ഓർമ്മയിൽ വെച്ചിരിക്കുന്ന വളരെ നല്ല കാര്യമായിരിക്കും. ഒരുപാട് നാൾ ഒരുപാട് പേരെ പറ്റിക്കാൻ സാധിക്കും, എന്നാൽ ഒരു നാൾ അത് പിടിക്കപ്പെടും എന്നതാണ് ആ ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. ചിലരെങ്കിലും, ചില ഹൈന്ദവരെങ്കിലും എന്തെങ്കിലും കാരണത്തിന് ഈ മുസ്ലിം പള്ളിയിൽ പോയിട്ടുണ്ടാവും. ഒന്നും വേണ്ട, ഇനി നേർച്ച സമയത്ത് ചോറ് വാങ്ങാനാണെങ്കിൽ പോലും പോയിട്ടുണ്ടാവും. എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ പോകുന്നൊരു പള്ളിയാണ് ഒടുങ്ങാക്കാട് പള്ളി. എനിക്ക് ആ പള്ളി വിട്ടിട്ടുള്ള ഒരു കളിയില്ലായിരുന്നു മക്കളെ. പള്ളിയായിരുന്നു എനിക്കെല്ലാം. അവിടുത്തെ ആളായിരുന്നു ഞാൻ അത്രമേൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത്. പക്ഷെ ഒടുങ്ങാക്കാട് പള്ളിയിൽ ഒരു സൈഡിൽ അന്യമതസ്ഥർക്ക് എന്താ പുറത്ത് മതസ്ഥരെ പറയാം, ഹിന്ദു മതസ്ഥർക്ക് കയറി ചെല്ലാനുള്ള ഒരു സ്പേസ് അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. അവരൊരു പള്ളിയിലല്ലേ വരുന്നത് എന്ന് കരുതിയിട്ട് അവരവരുടെ പൊട്ടെടുത്ത് മാറ്റി തട്ടം തലയിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പം നേർച്ച സമയത്ത് ഇപ്പം ഭീമാ പള്ളിയിലൊക്കെ നേർച്ച ഉണ്ടാവാറില്ലേ, അങ്ങനെ പിടിച്ച് ഒരുപാട് ഇവിടെ തോരായി ഭയങ്കര നേർച്ചയാണ് ഉണ്ടാവാറ്. അവിടെയൊക്കെ ഹിന്ദു മതസ്ഥർക്കും അന്നദാനമുണ്ട്. ആ അന്നദാനം മേടിക്കാൻ വരുന്ന ഒരൊറ്റ ഹിന്ദു മതസ്ഥനും പൊട്ടു ഊരിയിട്ട് തട്ടമിട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇനി ആണുങ്ങളാണെങ്കിൽ പോലും തൊപ്പി തലയിൽ വെച്ചിട്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള പള്ളികളിലൊക്കെ ഹിന്ദുക്കൾക്ക് തട്ടമിടാതെ പോവാമെങ്കിൽ ഒരമ്പലത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠം പോലെ ഒരു തട്ടമിട്ട് പോയതാണോ
ഇത്ര വലിയ തെറ്റ് ജാതിയും മതവും പറഞ്ഞ് ഇങ്ങനെ തമ്മിലടിപ്പിക്കാനുള്ള സാധനങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് ജസ്ന സലീം ഈ വാക്കുകളിലൂടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഒന്നും വേർതിരിച്ച് കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ കാണാൻ പാടില്ല. ഇവിടെ മുസ്ലിം പള്ളികളിൽ ഹിന്ദുക്കൾക്ക് പോകാനുള്ള അവസരം ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അതുപോലെ അമ്പലങ്ങളിൽ മുസ്ലിമിനും ക്രിസ്ത്യനും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വേർതിരിവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിച്ചാൽ വളരെ നല്ല കാര്യം. ഇവിടെ ഗുരുവായൂർ അമ്പലം നടയിൽ ജസ്ന സലീം പോയത് ഒരിക്കലും ആരും വിമർശിച്ചിട്ടില്ല. അങ്ങനെ വിമർശിച്ചിട്ടുള്ളവരെ വിഡ്ഢികൾ എന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. എന്നാൽ ജസ്ന സലീം അവിടെ പോയിട്ട് കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളും അവിടെ മുതലെടുപ്പുകൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളും വ്യക്തമാണ് ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്കും. അങ്ങനെ കാണിച്ച സ്ഥിതി ജസ്ന സലീം അവിടെ ചെയ്തിട്ടുള്ളത് നല്ല ഒന്നാം തരം പോക്കൃത്തനം തന്നെയാണ്. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ തന്നെയാണ്. ഇവിടെ മതങ്ങളെ പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന ജസ്ന സലീമിന്റെ ഈ വാക്കുകളിൽ നിന്നും എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലാണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ടുള്ള ഒരു മതക്കാരെ നമ്മൾ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ജസ്ന സലീം അവിടെ പോയി കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള കോപ്രായങ്ങൾ കാണിക്കുകയും മതത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ കാണിച്ചിട്ടുള്ള കച്ചവട തന്ത്രം, ഇത് രണ്ടുമാണ് നമ്മൾ എല്ലാവരും ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കാരണം തന്നെയാണ് നിങ്ങൾ ഏറെ കയറിയിട്ടുള്ളത്. ഇനി ഒരിക്കലും നിങ്ങളെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. റീസെന്റ് ജസ്ന സലീം തട്ടം ഉപേക്ഷിക്കുന്നു, ഹിന്ദുമതത്തിലോട്ട് കയറാൻ നിൽക്കുന്നു, അങ്ങനെ ഇങ്ങനെ കുറെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവരാരും ഇനി അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത് നേരെ ക്രിസ്ത്യൻ പള്ളിയിലോട്ടായിരിക്കും അടുത്ത യാത്ര എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ യേശു ക്രിസ്തുവിനായിരിക്കും അടുത്ത് വരയ്ക്കാൻ പോകുന്നത്. പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ പല ഉടായ്പകളും കാണിക്കുന്നവർക്ക് അങ്ങനെ ഒരു ചിന്താഗതി കാണത്തില്ല. അവർ പലതും ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും കോപ്രായങ്ങൾ ഒന്നിനു മീതെ ഒന്നായിട്ട്. അതുകൊണ്ട് ഇതുപോലത്തെ വിഡ്ഢികളെ ഞാൻ ഇനി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇതുപോലെ റീച്ചിന് വേണ്ടി കോപ്രായങ്ങൾ കാണിക്കുന്ന ആരെയും നമുക്ക് ഒരു തരത്തിലും ഇനി അങ്ങോട്ട് മുന്നോട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുമില്ല. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.